എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നു ഇതൊക്കെ നേരിട്ട് കാണുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ജബുലാനി പന്തൊക്കെ ഒരു 90s കിഡായ മലയാളിക്ക് മറക്കാൻ പറ്റുമോ? അന്ന് വേൾഡ് കപ്പ് നടക്കുമ്പോൾ പാടത്ത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ തട്ടി നടന്ന ഞാൻ ഇതിന്റെ ശരിക്കുള്ള ഒരെണ്ണം നേരിട്ട് കാണുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജർമ്മനിയിലെ ഡോട്ട്മണ്ടിലുള്ള ഫുട്ബോൾ മ്യൂസിയത്തിലേക്കാണ്. എന്റെ ഈ ജർമ്മൻ യാത്രയിൽ ഒരു പക്ഷേ ഏറ്റവും മുതലായ ദിവസം അത് ഇതായിരിക്കും. ജർമ്മനി എന്ന രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രം മൊത്തം ആ മ്യൂസിയത്തിലുണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ട പല കാര്യങ്ങളും എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു. ചരിത്ര പ്രസിദ്ധമായ പല ഫുട്ബോൾ മാച്ചുകളും ഉപയോഗിച്ച ഒറിജിനൽ പന്തുകളായിരുന്നു ഞാൻ അവിടെ കണ്ടത്. 2014 വേൾഡ് കപ്പിൽ ജർമ്മനി ബ്രസീലിനെ 7-1 തോൽപ്പിച്ച ബ്രസൂക്ക പന്ത് ഓർമ്മയുണ്ടോ? അതാണ് ഇത്. ഒരുപക്ഷെ എന്റെ അച്ഛനത് കണ്ടിരുന്നെങ്കിൽ അച്ഛൻ ഒരുപാട് സന്തോഷിച്ചാണ്. കാരണം ഫുട്ബോൾ അച്ഛന് അത്രയ്ക്കും ഭ്രാന്തായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന പന്തുകളെല്ലാം ഒറിജിനലാണ്. 1974 ജർമ്മനി വേൾഡ് കപ്പ് എടുത്തപ്പോൾ ഫൈനലിൽ കളിച്ച പന്താണ് ഇത്. 1990 കപ്പ് എടുത്തപ്പോൾ ഫൈനൽ കളിച്ച പന്താണ് ഇത്. 2014 ഫൈനലിൽ 1-0 അർജന്റീന തോൽപ്പിച്ച പന്താണ് ഈ കാണുന്നത്. ഇതെല്ലാം കണ്ട് അടുത്ത റൂമിലേക്ക് പോയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്നു ഇതൊക്കെ നേരിട്ട് കാണുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ജബുലാനി പന്തൊക്കെ ഒരു 90s കിഡായ മലയാളിക്ക് മറക്കാൻ പറ്റുമോ? അന്ന് വേൾഡ് കപ്പ് നടക്കുമ്പോൾ പാടത്ത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ തട്ടി നടന്ന ഞാൻ ഇതിന്റെ ശരിക്കുള്ള ഒരെണ്ണം നേരിട്ട് കാണുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ജർമ്മനിയിലെ ഡോട്ട്മണ്ടിലുള്ള ഫുട്ബോൾ മ്യൂസിയത്തിലേക്കാണ്. എന്റെ ഈ ജർമ്മൻ യാത്രയിൽ ഒരു പക്ഷേ ഏറ്റവും മുതലായ ദിവസം അത് ഇതായിരിക്കും. ജർമ്മനി എന്ന രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രം മൊത്തം ആ മ്യൂസിയത്തിലുണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ട പല കാര്യങ്ങളും എനിക്കൊരു സ്വപ്നം പോലെയായിരുന്നു. ചരിത്ര പ്രസിദ്ധമായ പല ഫുട്ബോൾ മാച്ചുകളും ഉപയോഗിച്ച ഒറിജിനൽ പന്തുകളായിരുന്നു ഞാൻ അവിടെ കണ്ടത്. 2014 വേൾഡ് കപ്പിൽ ജർമ്മനി ബ്രസീലിനെ 7-1 തോൽപ്പിച്ച ബ്രസൂക്ക പന്ത് ഓർമ്മയുണ്ടോ? അതാണ് ഇത്. ഒരുപക്ഷെ എന്റെ അച്ഛനത് കണ്ടിരുന്നെങ്കിൽ അച്ഛൻ ഒരുപാട് സന്തോഷിച്ചാണ്. കാരണം ഫുട്ബോൾ അച്ഛന് അത്രയ്ക്കും ഭ്രാന്തായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന പന്തുകളെല്ലാം ഒറിജിനലാണ്. 1974 ജർമ്മനി വേൾഡ് കപ്പ് എടുത്തപ്പോൾ ഫൈനലിൽ കളിച്ച പന്താണ് ഇത്. 1990 കപ്പ് എടുത്തപ്പോൾ ഫൈനൽ കളിച്ച പന്താണ് ഇത്. 2014 ഫൈനലിൽ 1-0 അർജന്റീന തോൽപ്പിച്ച പന്താണ് ഈ കാണുന്നത്. ഇതെല്ലാം കണ്ട് അടുത്ത റൂമിലേക്ക് പോയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്.